നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ കേരൾ മീം ഹിന്ദി സാഹിത്യ എന്ന ടോപ്പിക്കിൽ വരുന്ന കഹാനി നമുക്ക് നോക്കാം. അപ്പോൾ പ്രമുഖരായിട്ടുള്ള കഹാനിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. കെ നാരായണൻ, സി ജി ഗോപാലകൃഷ്ണൻ, ശ്രീമതി മാധവിക്കുട്ടി, കെ ദിവാകരൻ പോറ്റി, പി കെ കേശവൻ നായർ തുടങ്ങിയവരാണ് പ്രമുഖ കഹാനിക്കാർ. അതുപോലെ തന്നെ പി കെ കേശവൻ നായർ എഴുതിയ മേര സുഖ സ്വപ്ന, അദ്ദേഹം ഹിന്ദി പ്രചാരകമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഹാനിയാണ്. അദ്ദേഹത്തിൻ്റെ ദൂസരി കഹാനിയാണ് സൂയി, 1932 ഇയർ. സി ജി ഗോപാലകൃഷ്ണൻ്റെ പുനർമിലൻ 1931. അടുത്തത് ശ്രീമതി മാധവിക്കുട്ടിയുടെ പരീക്ഷാ ശുൽക്ക് 1932. അതുപോലെ തന്നെ പി കെ ദിവാകരൻ പോറ്റി എഴുതിയ രശ്മി റുമാൽ ചോദിക്കാറുണ്ട്, 1942 ഹിന്ദി മിത്രമൻ പ്രകാശിത്. അപ്പോൾ ഹിന്ദി മിത്രത്തിലാണത് പ്രകാശനം ചെയ്തത്. അതുപോലെ തന്നെ സ്വതന്ത്രോത്തര കാലമേം കേരൾ കി ഹിന്ദി കഹാനി ലേക്കിൻ ക്ഷേത്രമേ ഉല്ലേഖനീയ പ്രഗതി ഹുയി. അപ്പം അതിൽ കൂടുതലും ഒരുപാട് കഹാനിക്കാരുടെ കഹാനികൾ വന്നിട്ടുണ്ട്. അരവിന്ദ് ആര്യ കൈരളി, കേരൾ ഭാരതി, ഹിന്ദി മിത്ര, യുഗപ്രഭാത്, ഗ്രന്ഥാലോക്, ലൽക്കാർ, കേരൾ പത്രിക തുടങ്ങിയ പഴയ പതിപ്പുകളിൽ കേരളീയ ലേഖകന്മാരുടെ മൗലിക കഥകളൊക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ചന്ദ്രശേഖരൻ നായർ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ ഓർ രസോയിയം 1974. അതുപോലെ ഹാർക്കി ജീത്ത് 1964 പ്രമുഖ കഹാനിയമാണ്. ഇതിൽ ഇസ്കി ഉത്കൃഷ്ട കഹാനിയം. അപ്പോൾ ഈ ഹാർക്കി ജീത്തിൽ വരുന്ന ഉത്കൃഷ്ട കഹാനികളാണ് ബാപ് കാ ബേട്ട, ഹാർക്കി ജീത്ത്, ബവോദി അമ്മ, കാട്കി കഫൻ, ചമാർ की बेटी, अजंता का कलाकार, कान्ह गायब हो गया है और बापू का സംഗതി. അടുത്ത കഹാനിക്കാരാണ് ഡോക്ടർ എൻ രാമൻ നായർ എഴുതിയ ദ്വാദശി 1984 കഹാനി സംഗ്രഹമാണ്. ഇതിൽ 11 കഹാനികളുണ്ട്. പ്രഥമ കഹാനി ഭ്രൂണഹത്യയാണ്. इसका शीर्षक बदलकर श्री भवानी प्रसाद मिश्र गंगारंजल पत्रिका में 1979 अपराध बोध नाम से प्रकाशन किया. दूसरा कहानी संग्रह है क्या माफ़ी नहीं दोगो, दिल्ली के सूर्य भारती से प्रकाशित किया. इसमें 13 कहानियाँ हैं. അതായത് ഡോക്ടർ ഗോവിന്ദ് ഷേണായാണ് അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള കഥകളാണ്. 3 കഹാനി സംഗ്രഹം ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം അതുപോലെ തന്നെ വ്യംഗ്യ കഹാനികാർക്ക് രൂപമേം പ്രസിദ്ധ ഭാഷ ബി വ്യംഗ്യക്ക് അനുകൂല. അപ്പോൾ വ്യംഗ്യമായിട്ടുള്ള കഹാനികളാണ് അദ്ദേഹം എഴുതുന്നത്. മിസ്റ്റിക് സാഹബ് കി കുർത്ത, ആകെ കോൺ ഹവാൽ, ആംസ്റ്റർഡാമി ചോഗ, അത് 3 അദ്ദേഹത്തിൻ്റെ കഹാനി സംഗ്രഹങ്ങളാണ്. മിസ്റ്റിക് സാഹബ് കി കുർത്ത എക് ലഘു ഉപന്യാസ് കി തരഹ്, ഒരു ലഘു ഉപന്യാസത്തിൻ്റെ രീതിയിലാണ്. പാത്രം ഏക് ദൂസരെ സെ ജുഡേ ഹെ, ചന്ദൻപൂർ ക വർണ്ണൻ ഹെ, അതൊരു ഗാവാണ്, ഗ്രാമത്തിൻ്റെ പേരാണ്. ഉനക വ്യംഗ്യ കെ പ്രयोग ചുപ്നെ വാലെ ഹെ ഓർ വോ തോ ഇൻകി കഹാനിയോം കെ പ്രാൺ ഹെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ലേഖകരിൽ ഗോവിന്ദ് ഷേണായി, അതുപോലെ തന്നെ എൻ ചന്ദ്രശേഖരൻ നായർ, ഡോക്ടർ എൻ രാമൻ നായർ തുടങ്ങിയ ആളുകളുടെ കഹാനി സംഗ്രഹങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ധന്യവാദ്.